റോണി കെ ബേബി, ഇതാ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത് ഈ പ്രശ്നമാണ്. ഇന്ന് അവിടെ മാധ്യമപ്രവർത്തകർ നേരത്തെ പറഞ്ഞതുപോലെ കെ സി വേണുഗോപാലിനോടൊക്കെ ചോദിക്കുകയും ചെയ്തു. കോൺഗ്രസ് ഇത്രയേറെ പ്രാധാന്യം ഇദ്ദേഹത്തിൻ്റെ പഠനത്തിനും റിപ്പോർട്ടിനും ഇദ്ദേഹത്തിൻ്റെ തന്ത്രത്തിനും കൊടുക്കുമ്പോൾ ഫീൽഡ് സ്റ്റഡി നടത്തും, അതിൽ നിന്ന് വിവരങ്ങളെടുത്ത് രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് പോകും, ക്യാമ്പയിൻ ആസൂത്രണം ചെയ്യുമ്പോൾ പ്രചാരണ ഉപാധികൾ ഉണ്ടാക്കാൻ വിദഗ്ധരുടെ സഹായം തേടും. അതൊക്കെ ഇക്കാലത്ത് പതിവാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് യുക്തികൾ കൊണ്ടല്ല, വികാരം കൊണ്ടാണ് എന്ന് പറയുന്ന ഒരു വിദഗ്ധൻ. ഒപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം, രണ്ട് കാര്യം, മൂന്ന് കാര്യം, നാല് കാര്യം അങ്ങനെ പറഞ്ഞല്ല തെരഞ്ഞെടുപ്പ് നേരിടേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾക്ക് മുഖ്യമായ ഒരൊറ്റ ആഖ്യാനം ഉണ്ടാക്കണം. നിങ്ങളുടെ മുഴുവൻ കഴിവും ആ ആഖ്യാനം പ്രചരിപ്പിക്കാൻ മാത്രം ചെലവിടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒറ്റ പോയിന്റിൽ തെരഞ്ഞെടുപ്പുകൾ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്ന, അതിൽ തന്നെ വികാരം ഉണർത്താൻ ആഗ്രഹിക്കുന്ന, അതിലൂടെ ജയിച്ചു കയറാൻ ആഗ്രഹിക്കുന്ന ഒരു തന്ത്രജ്ഞനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് തെറ്റായ സന്ദേശങ്ങൾ നൽകുന്നുണ്ടോ? കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ കാര്യപരിപാടികളും ചിന്താശേഷിയും മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ആസൂത്രണ വിദഗ്ധരുടെ മികവിനെ ആശ്രയിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നേരിടാനാണോ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ വികാരത്തിലൂടെ തെരഞ്ഞെടുപ്പ് ജയിച്ച് കയറാനാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും ആ വികാരം? ഏത് വികാരത്തിന് തീ ആയിരിക്കും നിങ്ങൾ ജയിച്ചു കയറാൻ പോകുന്നത് എന്നൊക്കെയുള്ള സംശയങ്ങൾ സ്വാഭാവികമായും നിരീക്ഷകരിൽ ഉയരുകയില്ലേ? റോണി കെ ബേബി, താങ്കൾ അതിന് മറുപടി പറയുക. മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ നിർമ്മാണത്തിനും PR വർക്കിനും വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് തന്നെ കോടികൾ മുടക്കി PR ഏജൻസികളെ വെക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് കനകഗോലുവിന് അമിതമായ പ്രാധാന്യം നൽകി എന്ന രീതിയിലുള്ള വിമർശനം ഇവിടെ ഉന്നയിക്കുന്നത്. നമ്മളിത് വാസ്തവത്തിൽ നിന്നും മാറി നിന്നുകൊണ്ടുള്ള ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കനകഗോലു അദ്ദേഹം ഒരു പ്രൊഫഷണൽ ഏജൻസിയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇപ്പോൾ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാണ്. അദ്ദേഹം കോൺഗ്രസിന് പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഞങ്ങളുടെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ AICC മെമ്പറാണ്. അദ്ദേഹം ഹീസ് വിത്തിൻ ദ പാർട്ടിക്ക് അടുത്ത് തന്നെയുള്ള ഒരാളാണ്. അതുപോലെ ഇവിടെ ഏതൊരു മേജർ സെക്ഷനിൽ ഇന്നലെ ആരംഭിച്ച ഇന്ന് സമാപിച്ച സുൽത്താൻ ബത്തേരിയിലെ കോൺക്ലേവിൽ ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട സെക്ഷനെ അഡ്രസ് ചെയ്യുകയോ അവിടെ എന്തെങ്കിലും ഒരു നയപരിപാടി മുന്നോട്ട് വെക്കുകയോ ഈ കനകഗോലു ചെയ്തിട്ടുണ്ടോ? ഇല്ല. ആരാണ് മിഷൻ? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മാഷ് തുടർന്നോളൂ. പക്ഷെ ആ വസ്തുത പ്രേക്ഷകർക്ക് വേണ്ടി എനിക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കടമയുണ്ടല്ലോ, അതുകൊണ്ട് ചെയ്യാണ്, തടയുകയല്ല മാഷെ. ഈ സമയം കൂടി മാഷ്ക്ക് തരാം. അദ്ദേഹം കോർ കമ്മിറ്റി, അടുത്ത കാലത്തുണ്ടായ പ്രധാനപ്പെട്ട രാഷ്ട്രീയകാര്യ സമിതിക്ക് മുകളിൽ ഉണ്ടായ സംഘടനാ തലമാണല്ലോ KPCCയുടെ. ആ കോർ കമ്മിറ്റി യോഗത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് ദീർഘമായി സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ വേണ്ടി പല ഏജൻസികളും അദ്ദേഹവും നടത്തിയ പഠനത്തിൻ്റെ ഫലം പവർ പോയിന്റ് പ്രസൻറ്റേഷനായി രാഷ്ട്രീയ കാര്യസമിതി യോഗത്തിൽ സമർപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങളെ ആസ്പദമാക്കിക്കൊണ്ടുള്ളൊരു ചർച്ചയാണ് അവിടെ നടന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഉപദേശ ഫലമായിട്ട് പല കമ്മിറ്റികളൊക്കെ ഉണ്ടാക്കി. ആ കമ്മിറ്റി ക്ലിയർ ചെയ്ത് താഴേന്ന് സ്ഥാനാർത്ഥികൾ വരുന്ന രീതിയൊക്കെ ഉണ്ടായത് മാഷ്ക്കും അറിയാമല്ലോ. ആ രീതികളൊക്കെ തന്നെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹം അപ്രധാനപ്പെട്ട ഒരാളായിരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാതിരിക്കുക. ദയവായി തുടരുക. ഈ സുനിൽ കനകഗോലുവിനെ എന്തിനാണ് ഇത്രമാത്രം ഭയപ്പെടുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഇവിടെ പറഞ്ഞു അദ്ദേഹം ബീഹാറിൽ പോയി, ആസാമിൽ പോയി, അവിടെയൊന്നും അദ്ദേഹം പോയിട്ടില്ല. അദ്ദേഹം ആകെ ഏറ്റെടുത്തിരിക്കുന്ന അസൈൻമെന്റ് ഒന്ന് അദ്ദേഹത്തിന്റെ ഹോം സ്റ്റേറ്റ് ആയിട്ടുള്ള കർണാടക, പിന്നീട് തെലങ്കാന. ആ രണ്ട് സംസ്ഥാനങ്ങളിൽ അദ്ദേഹം കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവന്നു. ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന അസൈൻമെന്റ് എന്ന് പറയുന്നത് കേരളമാണ്. കാരണം കോൺഗ്രസ് കോൺഗ്രസ് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പാർട്ടിയല്ല, ഒരു ദേശീയ പാർട്ടിയാണ്. ഇതിന്റെ അഖിലേന്ത്യാ തലത്തിൽ ഈ പാർട്ടിയോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന, പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ ഞങ്ങൾ കമ്മിറ്റികളിൽ വരും. അത് കോർ കമ്മിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ആയിക്കോട്ടെ, ആ കമ്മിറ്റി യോഗങ്ങളിൽ പങ്കെടുക്കും. അന്ന് അവരുടെ അഭിപ്രായം പറയും. ഇതിനകത്ത് എന്താണ് ഇത്ര ഗുരുതരമായിട്ടുള്ള തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഈ ചർച്ച കേൾക്കുമ്പോൾ തോന്നുന്നത് സുനിൽ കനകഗോലു ഇവിടെ വരുന്നത് എന്തോ വലിയ മഹാ അപരാധം ചെയ്തിരിക്കുന്നു, അല്ലെ അദ്ദേഹം കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, അല്ലെ കോൺഗ്രസ് എന്ന കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറല്ല, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, നേതൃതലത്തിൽ നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കഴിവ്, കാരണം നമുക്കറിയാം ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വിശകലന ശാസ്ത്രം തന്നെ സഫോളജി എന്ന പേരിൽ അത് ലോകത്തെമ്പാടും അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് വിഷയം തന്നെയാണ് സഫോളജി. AKD സെന്ററിൽ യോഗം ചേരുമ്പോൾ CPM-ഉം
അവരുടെ ഭാഗമായി നിൽക്കുന്നതോ അല്ല അവർ പുറത്തു നിൽക്കുന്നതോ പ്രൊഫഷണലുകളെ അതിനായിട്ട് ഉപയോഗിക്കും. ഇതിനകത്ത് എന്താണ് ഈ തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ ഇവിടെ CPM-ന് വലിയൊരു ആധി ഉണ്ടായിരിക്കുകയാണ്. CPM ഇവിടെ മുഖ്യമന്ത്രി അരുൺകുമാർ പറഞ്ഞു 1996 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ 20 വർഷവും ഭരിച്ചത് ഞങ്ങളാണ്. പക്ഷെ 96 ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ നോക്ക്. 2004 ഒഴികെ ഞങ്ങൾക്ക് ആകെ ഒരു ക്ഷീണം ഉണ്ടായത് 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ്. ബാക്കി എല്ലാ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് 2009 ആയിക്കോട്ടെ, 14 ആയിക്കോട്ടെ, 19 ആയിക്കോട്ടെ, 24 ആയിക്കോട്ടെ, ഈ തെരഞ്ഞെടുപ്പിലെല്ലാം കൃത്യമായി മേധാവിത്വം ഉണ്ടായത് UDF-നാണ്, ഇന്റർനാഷണൽ കോൺഗ്രസിനാണ്. അപ്പോൾ വളരെ കൃത്യമായി തന്നെ ഞങ്ങളുടെ സ്ട്രാറ്റജികൾ ഇവിടെ ചോദിച്ചു, എന്ത് വികാരമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? കാരണം ഇവിടെ സർക്കാരിനെതിരെ അതിശക്തമായ ഒരു വികാരമുണ്ട്. ഇപ്പോഴും CPM-ന് എന്താ? ഇപ്പോൾ CPM-ന് രാത്രി അത് അവസാനിച്ച് നേരം പുലർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പ് പരാജയം, ഇതിൽ കൂടുതൽ തെരഞ്ഞെടുപ്പ് പരാജയം CPM-ന് കേരളത്തിൽ ഉണ്ടാകാനുണ്ടോ? ഇവിടെ അരുൺകുമാർ 56 തൊട്ടുള്ള ചരിത്രം പറഞ്ഞു. 1956 മുതൽ 2026 വരെയുള്ള കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ CPM-ന് ഇത്രയും താഴെ വോട്ട് പോയിരിക്കുന്ന മറ്റൊരു തെരഞ്ഞെടുപ്പില്ല. 35% താഴേക്ക് CPM-ന്റെ വോട്ട് കുറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും CPM-ന് പരാജയം അംഗീകരിക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും പറയുക ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ഇത്രയും കാലം നിങ്ങൾ ജനങ്ങൾക്ക് ആയിരുന്നില്ലേ? ഉണ്ടാകുന്ന ഒരു സ്വാഭാവിക സംശയം, ഞങ്ങൾ 16-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യം സമ്മതിക്കണം, ഇതുവരെ നിങ്ങൾ പിന്തുടർന്നു വന്ന നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജികൾ, നിങ്ങളുടെ ഈ ക്യാമ്പയിൻ ടെക്നിക്കുകൾ, നിങ്ങളുടെ തന്ത്രങ്ങൾ, പ്രചരണ രീതികൾ എല്ലാം പരാജയപ്പെട്ടു. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സർക്കാർ വലിയ ഭരണ നേട്ടങ്ങൾ ഉണ്ടാക്കി, ഞങ്ങൾ 900 വാഗ്ദാനങ്ങൾ നൽകി, എല്ലാം ഞങ്ങൾ നടപ്പാക്കി. പക്ഷെ അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് അത് ജനങ്ങൾക്ക് സ്വീകാര്യമാകുന്നില്ല? എന്തുകൊണ്ട് അത് ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല? പിണറായി വിജയൻ സർക്കാർ നടപ്പാക്കി എന്ന് പറയുന്ന ജനക്ഷേമ പദ്ധതികൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് ഈ രാജ്യത്തെ, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടാണല്ലോ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം CPM-ന് ഉണ്ടായത്. ഇപ്പോൾ CPM ഇവിടെ ചെയ്യേണ്ടത്, അവിടെ കോൺഗ്രസ് എന്ത് ടെക്നിക്കൽ സ്വീകരിക്കുന്നു, കോൺഗ്രസ് എന്ത് ക്യാമ്പയിൻ സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു, കോൺഗ്രസ് സുനിൽ കൊനകലിനെ കൊണ്ടുവരുന്നു എന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാതെ എവിടെയാണ് ഇപ്പോഴെന്താ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് ഇന്നും അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടി CPM-ന് കഴിയുന്നില്ല. CPI പറയുന്നു ശബരിമല വിഷയം കാരണം ആണ് LDF പരാജയപ്പെട്ടത്. ഇപ്പോൾ CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി എന്താ പറയുന്നത്? ശബരിമല ഞങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല, ശബരിമല ഞങ്ങളെ ബാധിച്ചിട്ടേ ഇല്ല. പക്ഷെ ശരാശരി മലയാളികളെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടറിയാം, അവർക്ക് വലിയ ഭയാശങ്കകളുണ്ട്. അവർക്ക് വല്ലാണ്ട് ഈ ശബരിമലയിൽ നടക്കുന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ പ്രതിഷേധമുണ്ട്, ശക്തമായ അമർഷമുണ്ട്. ഇതും അതുപോലെ തന്നെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ കാര്യം പറഞ്ഞു ജയേന്ദ്രൻ മാഷ്. ആലപ്പുഴ ജില്ലയിലെ നെൽകർഷകർ അവരുടെ കണ്ണീര്, പാലക്കാട് ജില്ലയിലെ നെൽകർഷകരുടെ കണ്ണീര്, കോട്ടയം ജില്ലയിലെ റബ്ബർ കർഷകരുടെ കണ്ണീര്, അല്ലെങ്കിൽ തിരുവനന്തപുരം പോലുള്ള പ്രദേശങ്ങളിലെ തീരദേശ ജനത അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സ്ട്രാറ്റജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വികാരം ഉയർത്തുക പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ വിഷയങ്ങളോട് വികാരം ഉണ്ടാക്കുക എന്നുള്ളതല്ല. സർക്കാരിനെതിരെ നിൽക്കുന്ന ഈ ജനവികാരം ഇതിനെ അതിന്റെ മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം, അതാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും നോക്കുന്നത്, തെരഞ്ഞെടുപ്പ് വിജയിക്കുക, അതിനുള്ള സ്ട്രാറ്റജികൾ ഉപയോഗിക്കുക.